പ്രിയമുള്ള തീർത്ഥാടകരെ, ഗുരുഭക്തരെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹ ആശിസ്സുകളോടെ സമാരംഭിക്കപ്പെട്ട ശിവഗിരി തീർത്ഥാടനം 91ാമത് തീർത്ഥാടനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർത്ഥാടന സങ്കല്പങ്ങളിൽ നിന്നും വഴിമാറി ചിന്തിച്ചുകൊണ്ട് തീർത്ഥാടനം എന്ന ആശയത്തിന് പുതിയ രൂപവും ഭാവവും നൽകുവാൻ ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്നും ശിവഗിരി തീർത്ഥാടനത്തെ വ്യത്യസ്തമാക്കുന്ന മഹിമയും മഹത്വവും. മാനവ സമൂഹത്തിൻ്റെ ജീവിതഗന്ധികളായ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു ചെല്ലുവാനും കാലാനുസൃതമായി നേടിയെടുത്തിട്ടുള്ള അറിവുകളെ പകർന്നു കൊടുക്കുന്നതിന് ഉതകുമാറുള്ളതായിരിക്കണം ശിവഗിരി തീർത്ഥാടനത്തിലൂടെ നേടേണ്ടതെന്ന് ദീർഘദർശിയായ ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 9 പതിറ്റാണ്ടായി ശിവഗിരി തീർത്ഥാടനം നടന്നു വരികയാണ്. ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനം സമാരംഭിച്ചു കഴിഞ്ഞു. ഡിസംബർ 15 മുതൽ 2024 ജാനുവരി 5 വരെ തീർത്ഥാടന കാലയളവായി ശിവഗിരി മഠം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം തീർത്ഥാടകർ ഇന്ന് ശിവഗിരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും തീർത്ഥാടക സംഘങ്ങൾ ശിവഗിരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ വിഭാവന ചെയ്ത തീർത്ഥാടന ലക്ഷ്യങ്ങളെ അധികരിച്ചുകൊണ്ട് വിവിധ സമ്മേളനങ്ങൾ ശിവഗിരി മഠത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും, എല്ലാ സജ്ജീകരണങ്ങളും, എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുകയാണ്. ഡിസംബർ 26 രാവിലെ 11 മണിക്ക് ഭാരതത്തിൻ്റെ മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് അവറുകൾ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. തുടർന്ന് വിവിധ സമ്മേളനങ്ങളും ഡിസംബർ 30 രാവിലെ 10 മണിക്ക് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവറുകൾ തീർത്ഥാടന പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. ഡിസംബർ 31 രാവിലെ 10 മണിക്ക് തീർത്ഥാടക മഹാസമ്മേളനം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവറുകൾ നിർവഹിക്കപ്പെടുന്നതാണ്. 30, 31, 1 തീയതികൾ നടക്കുന്ന 9 സമ്മേളനങ്ങളിൽ കേന്ദ്ര മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ സമ്മേളനങ്ങളിലായി സംബന്ധിച്ച് സംസാരിക്കുന്നതാണ്. ഗുരു വിഭാവന ചെയ്ത 8 വിഷയങ്ങളെ സംബന്ധിച്ചും ആധികാരികമായ പഠനങ്ങളും ചർച്ചകളും നടക്കുകയാണ്. ശിവഗിരി തീർത്ഥാടനത്തിൽ നിന്നും മടങ്ങിപ്പോകുന്നവർ വരും വർഷങ്ങളിൽ തുടർന്നുള്ള നാളുകൾ അവരുടെ ജീവിതം ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും
നേർവഴിക്ക് നയിക്കുവാനുള്ള അവബോധം സമാർജിച്ചുകൊണ്ടാകണം ശിവഗിരിയിൽ നിന്ന് മടങ്ങിപ്പോകേണ്ടതെന്നുള്ള ഗുരുദേവൻ്റെ കൽപ്പന പൂർണ്ണമായും അർത്ഥപൂർണമാക്കുവാൻ സയക്തമാക്കുവാനും ഓരോ തീർത്ഥാടകർക്കും കഴിയണം. അതുവഴി തീർത്ഥാടകർ വരുന്നതിൻ്റെ ലക്ഷ്യം ഉദ്ദേശവും അവർക്ക് സഫലീകൃതമാകുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളും സങ്കല്പങ്ങളും അർത്ഥപൂർണമാക്കുവാൻ ശിവഗിരി എത്തിച്ചേരുന്ന എല്ലാ തീർത്ഥാടകർക്കും കഴിയട്ടെ. നാളത്തെ അവരുടെ ജീവിതം സുഖപൂർണവും ഐശ്വര്യപൂർണവും ആനന്ദപൂർണവുമാകുവാൻ ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സാദര പ്രണാമങ്ങൾ. ശ്രീനാരായണ ഗുരുദേവൻ്റെ കൽപ്പന പ്രകാരം ആരംഭിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് ശിവഗിരി തീർത്ഥാടന മഹാമഹം. ഈ പ്രാവശ്യം 91ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹം കൊണ്ടാടുകയാണ്. ഡിസംബർ 15-ന് ആരംഭിച്ച തീർത്ഥാടന പരിപാടികൾ ജനുവരി മാസം 5-ാം തീയതിയാണ് പര്യവസാനിക്കുന്നത്. തെക്കേ ഇന്ത്യയെ സംബന്ധിച്ച് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭമാണ് ശിവഗിരി തീർത്ഥാടന മഹാമഹം. സാധാരണ തീർത്ഥാടനങ്ങളൊക്കെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് നമസ്കരിച്ച് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ തൊഴുത് നമസ്കരിച്ചതിന് ശേഷം ജീവിത വിജയത്തിന് ആവശ്യമായ അറിവ് നേടുക. അതിന് 8 ലക്ഷ്യങ്ങൾ: വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, കൃഷി, സംഘടന, കൈത്തൊഴിൽ, കച്ചവടം, സാങ്കേതിക ശാസ്ത്ര പരിശീലനം എന്നിങ്ങനെ 8 വിഷയങ്ങൾ ഗുരുദേവൻ പറഞ്ഞു കൊടുത്തു. അത് സംബന്ധിച്ചുള്ള സമ്മേളന പരമ്പരകൾ നടത്തണം. ഇപ്പോൾ 90 വർഷങ്ങളായി ആ സമ്മേളന പരമ്പരകൾ നടന്ന് അത് ഈ രാജ്യത്ത് വൻപിച്ച പരിണാമങ്ങൾ, പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുവാൻ, ആധുനിക കേരളത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ മഹത്തായ സംഭാവന ചെയ്തിട്ടുള്ള ഒന്നാണ് ശിവഗിരി തീർത്ഥാടന മഹാമഹം. ഇന്ത്യയുടെ പ്രസിഡന്റുമാർ ഡോക്ടർ സർക്കിൾ ഹുസൈൻ, വി ഗിരി, അതുപോലെ KR നാരായണൻ, അബ്ദുൽ കലാം തുടങ്ങി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രപതിമാരും ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, വാജ്പേയി, അദ്വാനി, നരേന്ദ്രമോദി 3 പ്രാവശ്യം ഇങ്ങനെയുള്ള പ്രധാനമന്ത്രിമാരൊക്കെ ശിവഗിരിയിൽ പല പ്രാവശ്യം വന്ന തീർത്ഥാടന പരിപാടികളിലും മറ്റും പങ്കെടുത്തിട്ടുള്ളവരാണ്. അങ്ങനെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണ് ശിവഗിരി തീർത്ഥാടന മഹാമഹം. ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹിതമായ ഏകലോക ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു, എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രത്യക്ഷ ദൈവമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമോ വാഗം.